Example 2. Find the Fourier transform capital F of small f for a greater than 0 if f of x is equal to e raised to negative ax if x greater than 0 and 0 if x less than or equal to 0. ഹോൾ റിയൽ ലൈനിലാണ് തന്നിരിക്കുന്നത്. പോസിറ്റീവ് സൈഡിലാണ് ഫംഗ്ഷൻ നോൺ സീറോ വാല്യൂ ഉള്ളത്. നെഗറ്റീവ് സൈഡിൽ -∞ to 0 ഫംഗ്ഷൻ 0 ആണ്. പ്രത്യേകിച്ചൊന്നും ഡെഡ്യൂസ് ചെയ്യാനൊന്നുമില്ല. എൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടാൽ മതി. e raised to -ax എന്നാണ് ഫംഗ്ഷൻ 0 to ∞. നോക്കാം. f cap of w അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ക്യാപിറ്റൽ f ഓഫ് ആയതുകൊണ്ട് വേണേൽ അങ്ങനെ എഴുതാം. Script capital F of small f is equal to formula 1/√2 pi into integral -∞ to ∞ f of x into e raised to negative iwx into dx is equal to 1/√2 pi. ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. 0 തൊട്ട് റൈറ്റിലോട്ടാണ് e raised to -ax എന്ന വാല്യൂ. അതിൽ എ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണ്. പറഞ്ഞിട്ടില്ലെങ്കിലും എയും കെയും ഒക്കെ വരുമ്പോൾ പോസിറ്റീവായിട്ട് എടുത്തോണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലേക്ക് 0 അപ്പൊ ഇത് ഒഴിവാക്കാം. 0ക്ക് പുറകോട്ടുള്ള ഭാഗം ഒഴിവാക്കാം. അപ്പോൾ ഇന്റഗ്രൽ നമുക്ക് 0 to ∞ എന്ന് റെഡ്യൂസ് ചെയ്യാം. ഇന്റഗ്രൽ 0 to ∞, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. e raised to negative ax into e raised to negative iwx dx. ഈ രണ്ട് എക്സ്പോണൻഷ്യൽ ടേംസ് കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ പവറുകൾ ആഡ് ചെയ്താൽ മതിയല്ലോ. ഇന്റഗ്രൽ 0 to ∞ e raised to negative ax-ഉം negative iwx-ഉം ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കോമൺ a + iw എന്ന് എഴുതാം. എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റാം. നെഗറ്റീവ് എക്സിന്റെ കോഎഫിഷ്യന്റ് തിരിച്ചറിയത്തക്ക രീതിയിൽ എഴുതണം. e raised to ax എന്ന രൂപത്തിൽ എഴുതണം. e raised to ax-ന്റെ ഇന്റഗ്രൽ e raised to x/a ആണെന്നറിയാം. അപ്പൊ ആ രൂപത്തിൽ എഴുതണം. e raised to negative a + iw into x dx. അപ്പോൾ നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഈസിയാണ്, ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1/√2 pi into e raised to negative a + iw into x divided by എക്സിന്റെ കോഎഫിഷ്യന്റ് negative a + iw. ലിമിറ്റ് കൊടുക്കണം ഫ്രം 0 to ∞. ആ ഡിനോമിനേറ്ററിലുള്ള കോൺസ്റ്റന്റ് ഇങ്ങനെ പുറത്തോട്ട് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. 1/√2 pi into negative a + iw പുറത്തേക്ക് എടുക്കാം. 1/-a + iw എന്നാ നെഗറ്റീവ് അങ്ങ് മുകളിൽ കൊടുക്കാം. -1/a + iw into ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ e raised to negative a + iw into ∞ എന്ന് വരും. ഈ a into ∞ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയാ. a പോസിറ്റീവ് ആയതുകൊണ്ട് a into ∞ തന്നെയാ. പുറത്ത് മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ശരിക്കും e raised to negative a ∞ എന്നും into e raised to i നെഗറ്റീവ് ഉണ്ട് negative iw ∞. e raised to negative a ∞ എന്ന് പറയുന്നത് e raised to negative ∞ തന്നെയാണ്. അതങ്ങ് 0 ആവും. ഇത് സൈൻ പ്ലസ് i കൊസൈൻ എന്നല്ലേ വരുന്നത്. e raised to iθ എന്ന ഫോം e raised to iθ അല്ലെങ്കിൽ e raised to -iθ എന്ന് പറയുന്നത് cos θ - i sin θ. അപ്പൊ അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് കോസിന്റെ സൈനിന്റെ വിലകൾ വെച്ചിട്ടാണ്. ഈ രണ്ടാമത്തെ ഫാക്ടർ ഇവാലുവേറ്റ് ചെയ്യുന്നത് കോസിന്റെ വിലയും സൈനിന്റെ വിലയും വെച്ചിട്ടാണ്. കോസിന്റെ സൈനിന്റെ വില എപ്പോഴും -1നും 1നും ഇടയ്ക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് നമ്പർ ആണ് നെഗറ്റീവ് നമ്പർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം i കിടക്കുന്നത് കൊണ്ട് അത് കോംപ്ലക്സ് നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പറെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ വാല്യൂ ഇതിവിടെ നെഗറ്റീവ് കിടക്കുന്നത് കൊണ്ട് ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്, അത് 0 ആണെന്ന് വിചാരിക്കരുത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂസ് വെച്ചാൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും ഇതിനിടയ്ക്ക് ഇവിടെ വരുന്നത്. -1നും 1നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് അല്ലേ, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും രണ്ടാമത്തെ ഫാക്ടറിന് വരുന്നത്. അപ്പൊ 0 into ഒരു ഫൈനൈറ്റ് നമ്പർ എന്നാ വരുന്നത്, 0 into ഒരു ഫൈനൈറ്റ് നമ്പർ എന്നാ വരുന്നത്, അത് 0 തന്നെ ആയിപ്പോകും. അപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റിൽ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e raised to 0 എന്നാ വായിക്കുന്നത്, അത് 1 ആകും. e raised to 0 1.
അപ്പോൾ ഇത് മൈനസ് 0 മൈനസ് 1 മൈനസ് 1 എന്നാകും. 1 ബൈ, ഇപ്പൊ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തൊന്നും കാണിക്കണ്ട, ഇ റൈസ് ടു നെഗറ്റീവ് എ എന്ന് കാണുമ്പോൾ തന്നെ ഓർക്കുക, അതിൽ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വന്നത് 0 ആയി പോകുമെന്ന്. 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു, ഇവിടെ -1 ഇൻറ്റു -1 1 ആകും. 1 ബൈ എ പ്ലസ് ഐ ഡബ്ല്യു. ഇതാണ് ആ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം. വേണമെങ്കിൽ രണ്ടുകൂടെ ചേർത്ത് എഴുതാം. 1 ഇൻറ്റു 1 1 എന്ന് എഴുതാം. ഇങ്ങനെ 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു ബ്രാക്കറ്റിൽ എ പ്ലസ് ഐ ഡബ്ല്യു എന്ന് വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു കെ എക്സ്. മുമ്പ് നമ്മൾ ഇ റൈസ് ടു മൈനസ് എ എക്സ് എന്നായിരുന്നു. ഇത് ഇ റൈസ് ടു കെ എക്സ്. ഇഫ് എക്സ് ലെസ് ദാൻ 0 ആയി, മുമ്പ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് അവിടെ ഇ റൈസ് ടു കെ എക്സ് എന്ന് തന്നിരിക്കുന്നത്. അതിൽ കെ പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 0 if x greater than 0. ചെയ്ത് നോക്കാം. ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ f cap of w is equal to 1 by root of 2 pi into integral minus infinity to infinity f of x into e raised to negative I w x into dx is equal to 1 by root of 2 pi. ഇവിടെ നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ തന്നേക്കുന്നത് 0ക്ക് പിറകിലോട്ടാണ് ഇ റൈസ് ടു കെ എക്സ് എന്ന് തന്നേക്കുന്നത്. 0ക്ക് മുന്നിലേക്ക് 0 ആണ്. ഈ 0യുടെ മുന്നിലോട്ടുള്ള ഭാഗം കളയാം. ഇന്റഗ്രേഷൻ നമുക്ക് -∞ to 0 എന്ന് ചുരുക്കാം. -∞ to 0 പ്ലസ് 0 to ഇൻഫിനിറ്റി ആണ്. ആ 0 to ഇൻഫിനിറ്റി കളയാം, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയതുകൊണ്ട്. സോ ഇന്റഗ്രൽ -∞ to 0. അപ്പോൾ എഫ് എക്സിന്റെ വാല്യൂ ഇ റൈസ് ടു കെ എക്സ് എന്നാണ്. ഇ റൈസ് ടു കെ എക്സ് ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് e raised to negative I w x into dx. ആ രണ്ട് എക്സ്പോണൻഷ്യൽസും കൂടെ മുമ്പത്തെ പോലെ കമ്പൈൻ ചെയ്യാം. ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു കെ എക്സ് മൈനസ് ഐ ഡബ്ല്യു എക്സ് എന്നാണ് വരുന്നത്. അതിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് മാറ്റുമ്പോൾ കെ മൈനസ് ഐ ഡബ്ല്യു ഇൻറ്റു എക്സ് എന്നാണ്, ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഇ റൈസ് ടു കെ മൈനസ് ഐ ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് കെ മൈനസ് ഐ ഡബ്ല്യു ഫ്രം -∞ to 0. -∞ to 0 ഈക്വൽസ് 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു ഡിനോമിനേറ്റർ പുറത്തേക്ക് മാറ്റാം 1 ബൈ കെ മൈനസ് ഐ ഡബ്ല്യു. ദെൻ ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 അപ്പർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്നാണ് വരുന്നത് 1 മൈനസ് -∞ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐ ഡബ്ല്യു എന്ന ടൈം നിങ്ങൾ നോക്കണ്ട. ഐ ഡബ്ല്യു എന്ന ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ് ഡബ്ല്യുവും സൈൻ ഡബ്ല്യു ഒക്കെയാണ്, കോസ് സൈനുമാണ്. അത് ഫൈനൈറ്റ് വാല്യൂസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ എൻ്റെ കൂടെ വരുന്ന ഇൻറ്റു ഇ റൈസ് ടു കെ എക്സ് നോക്കിയാൽ മതി. ഇ റൈസ് ടു കെ എക്സിലേക്ക് എക്സിന് -∞ കൊടുക്കുമ്പോൾ ഇ റൈസ് ടു കെ ഇൻറ്റു -∞ എന്നാണ്. കെ പോസിറ്റീവ് നമ്പറാണ്. കെ ഇൻറ്റു -∞ തന്നെ വരും. ഇ റൈസ് ടു -∞ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സിന്റെ വാല്യൂ എന്നാണ് വരുന്നത്. അത് 0 ആയി പോകും. അപ്പോൾ അവിടെ ഇത്തരം ഇവാലുവേഷൻ നിങ്ങൾ ചെയ്യുമ്പം ആ ഐയുടെ ടൈമിലേക്ക് നിങ്ങൾ നോക്കണ്ട. ഐയുടെ ടൈം മാറ്റി വരും. ഐയുടെ ടൈം അങ്ങ് കളഞ്ഞുകൊണ്ട് പവറിൽ നിൽക്കുന്ന ഇയുടെ പവറിൽ നിൽക്കുന്ന ഐയുടെ ടൈം അങ്ങ് കളയും. ഐ ഡബ്ല്യു അങ്ങ് കളഞ്ഞു വായിക്കുക ഇ റൈസ് ടു കെ എക്സ്. എന്നിട്ട് അതിലേക്ക് ഇൻഫിനിറ്റി എന്താണ്, ഇൻഫിനിറ്റിയോ -∞ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ളത് കൊടുക്കുക. കൊടുക്കുമ്പോൾ അത് 0 ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ ഈക്വൽസ്. അപ്പോൾ ഇവിടെ 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു 1 ഇൻറ്റു 1 എന്നാണ് വരുന്നത്. 1 തന്നെ 1 ബൈ കെ മൈനസ് ഐ ഡബ്ല്യു. മുമ്പത്തെ പോലെ വേണേൽ ചേർത്ത് എഴുതാം. 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു ബ്രാക്കറ്റിൽ കെ മൈനസ് ഐ ഡബ്ല്യു. തൊട്ട് മുമ്പ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 4. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതും അതേ ടൈപ്പാണ്. ഇ റൈസ് ടു എക്സ് എന്നാണ്. ആ വാല്യൂ വരുന്നത് മോഡ് എക്സ് ലെസ് ദാൻ എയിലാണ്. മോഡ് എക്സ് ലെസ് ദാൻ എ എന്നുള്ളതാണ് -e ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്നുള്ളത്. ആൻഡ് 0
എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നല്ല, ആൻഡ് 0 അതർവൈസ് എന്നാണ്. ആൻഡ് 0 അതർവൈസ്, അതായത് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണ്. ആൻഡ് 0 അതർവൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 by root of 2 pi into integral minus infinity to infinity f of x into e raised to negative iwx into dx is equal to 1 by root of 2 pi integral minus a to a യുടെ ഫംഗ്ഷന്റെ വാല്യൂ e raised to x. ബാക്കിയുള്ളിടത്ത് 0. എയുടെ റൈറ്റിലേക്കും മൈനസ് എയുടെ ലെഫ്റ്റിലേക്കും 0 ആണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ -1നും 1നും ഇടയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ -a-ക്കും a-ക്കും ഇടയ്ക്ക് e raised to x. അപ്പോൾ ഈ ഇന്റഗ്രൽ നമ്മൾ -a to a എന്ന് റെഡ്യൂസ് ചെയ്യാം, ബാക്കി ഭാഗം കളയാം. -a to a യിൽ fxന്റെ വാല്യൂ e raised to x ആണ്, ഇൻറ്റു e raised to negative iwx into dx. കഴിഞ്ഞ രണ്ട് പ്രോബ്ലങ്ങളിലെ പോലെ തന്നെ എക്സ്പോണൻഷ്യൽസ് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇന്റഗ്രൽ -a to a e raised to x minus iwx എന്നാകും. അതിൽ നിന്ന് x കോമൺ ആയിട്ട് മാറ്റണം റൈറ്റിലോട്ട്. അപ്പോൾ 1 minus iw into x എന്നാകും. then ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 by root of 2 pi into e raised to 1 minus iwx divided by x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 minus iw from -a to k. ഡിനോമിനേറ്റർ പുറത്തേക്ക് ഇനി മാറ്റാം, അത് എക്സിന് ഇൻഡിപെൻഡന്റ് ആണ്. 1 by root of 2 pi into 1 by 1 minus iw into അപ്പർ ലിമിറ്റ് a കൊടുക്കുക എക്സിന്റെ സ്ഥാനത്ത്. അപ്പോൾ e raised to 1 minus iw into a. then minus ലോവർ ലിമിറ്റ് -a കൊടുക്കുക. അപ്പോൾ e raised to negative 1 minus iw into a. നെഗറ്റീവ് എക്സിന് നെഗറ്റീവ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് അങ്ങ് ആദ്യം വരും. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ വേണേൽ ചേർത്ത് എഴുതാം. e raised to 1 minus iw into a minus e raised to negative 1 minus iw into a divided by root of 2 pi into ബ്രാക്കറ്റിൽ 1 minus iw. ഇതാണ് ഇവിടുത്തെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ 5. Find the Fourier transform of the function f of x is equal to 1 if a less than x less than b. a less than x less than b. a യും b യും ഏതോ രണ്ട് നമ്പേഴ്സ് ആൻഡ് 0 അതർവൈസ്. a മുതൽ b വരെ ഫംഗ്ഷന്റെ വാല്യൂ 1, bക്ക് ശേഷം 0 ആണ്, aക്ക് പിറകോട്ടും 0 ആണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ a to b യിലേക്ക് ചുരുക്കാൻ പറ്റും. f cap of w is equal to 1 by root of 2 pi into integral minus infinity to infinity f of x into e raised to negative iwx into dx is equal to 1 by root of 2 pi into integration a to b എന്ന് എഴുതാം. ബാക്കിയുള്ളത് 0 ആണ്. ഇന്റഗ്രൽ a to b, അവിടെ f of x ന്റെ വാല്യൂ 1 ആണ്. 1 into e raised to minus iwx. 1 into e raised to minus iwx എന്ന് വെച്ചാൽ e raised to minus iwx into dx. ഇതിലെല്ലാം നമുക്ക് ഇന്റഗ്രേഷൻ എളുപ്പമായിരുന്നു. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും എങ്ങും വേണ്ടി വന്നില്ല, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. 1 by root of 2 pi into ഇന്റഗ്രേറ്റ് ചെയ്യാം e raised to negative iwx divided by x ന്റെ കോഎഫിഷ്യന്റ് negative iw from a to equals 1 by root of 2 pi. ഡിനോമിനേറ്റർ പുറത്തേക്ക് എടുക്കുന്നു. 1 by negative iw എന്നാണ്, നെഗറ്റീവ് മുകളിൽ കൊടുക്കുന്നു. നെഗറ്റീവ് 1 by iw ഇൻറ്റു അപ്പർ ലിമിറ്റ് b കൊടുക്കുമ്പം e raised to negative iwb മൈനസ് e raised to negative iw എക്സിന് ലോവർ ലിമിറ്റ് a ഇട്ട് കൊടുക്കും. ഇവിടെ ഇനിയും കൂടുതലൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെയൊക്കെ പവറിലൊക്കെ ഒരുപോലെ ഒരേ നമ്പറുകൾ വന്നാലേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ. ഇവിടെ ഡിഫറൻ്റ് ആണ്. e raised to x
പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന രൂപം വന്നാലേ നമുക്കത് സിംപ്ലിഫൈ ആവത്തുള്ളൂ. അതുപോലെ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് വന്നാൽ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്നൊക്കെ മാറ്റി എഴുതുമ്പോൾ സിംപ്ലിഫൈഡ് ആവും. ഇവിടെ ഡിഫറൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അങ്ങനെ അങ്ങ് എഴുതിയിരുന്നാൽ മതി. ഇവിടെ ഇപ്പോൾ ഒന്ന് ഐ ഡബ്ല്യു ബി ആണ്, മറ്റേത് ഐ ഡബ്ല്യു എ ആണ്. അപ്പോൾ അത് വെറുതെ ചേർത്തങ്ങ് എഴുതി വെച്ചാൽ മതി. ഈ മൈനസ് വേണമെങ്കിൽ കളയാം, വേണമെങ്കിൽ നമുക്കിത് തിരിച്ചെഴുതാം. ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എ മൈനസ് ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു ബി മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π ഇൻറ്റു ഐ ഡബ്ല്യു ഐ ഡബ്ല്യു. അതേപോലെ വേണമെങ്കിൽ ഈ -1/i എന്നുള്ളതിന് പകരം -1/i എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഐ ആണ്. കാരണം i ഇൻറ്റു ഐ എന്ന് വെച്ചാൽ I സ്ക്വയർ -1 ആണെന്ന് അറിയാമല്ലോ. I സ്ക്വയർ -1 ആണ്. അപ്പൊ ആയതുകൊണ്ട് -1/i എന്ന് വെച്ചാൽ ഐ ആണ്. അപ്പൊ ഇത് വേണമെങ്കിൽ -1/i എന്നുള്ളതിന് പകരം മുകളിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ എന്ന് എഴുതാം. അങ്ങനെ വേണേലും എഴുതാം കേട്ടോ, ഓർ ഇങ്ങനെ വേണേലും എഴുതാം. ഐ ഇൻറ്റു ഇത് തിരിഞ്ഞു വരുന്നില്ല, അങ്ങനെ തന്നെ ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു ബി മൈനസ് ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ റൂട്ട് 2π w. പിന്നെ ഡിനോമിനേറ്ററിൽ ഐ ഇല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഈ രണ്ട് രീതിയിൽ അത് എഴുതാവുന്നതാണ്.